രാത്രി പോലും കിടന്നുറങ്ങാതെ ദിക്റ് ചൊല്ലി രാത്രി കിടക്കുന്ന സമയത്ത് അറിയാതെ ഉറങ്ങിപ്പോകുമോ എന്ന് പേടിച്ച് കാലിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ നിന്ന് ചിലര് കാലിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഔലിയാക്കളിൽപ്പെട്ട ചിലര് പറഞ്ഞ മറുപടി, ഞാൻ ഈ ദിക്റ് ചെല്ലുന്നതിന്റെ ഇടയിലെങ്ങാനും ഉറങ്ങിപ്പോയാലോ എനിക്ക് ദിക്റ് മുടങ്ങിപ്പോകുമല്ലോ. ഇങ്ങനെയാണ് മഹാന്മാരൊക്കെ ചിന്തിച്ചിരുന്നത്. കിടന്ന് ഉറക്കുണ്ടാക്കുകയല്ല, ഉറക്കുണ്ടാകുമ്പോൾ പോയി കിടക്കലാണ് ബുദ്ധിമാന്മാരുടെ ശൈലി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ അനുഗ്രഹമാണ് ചെയ്തത്, വലിയ അനുഗ്രഹം. ഇന്ന് ഖുതുബകളിൽ ഖതീബുമാർ ഉണർത്തിയൊരു കാര്യം പലർക്കും മനസ്സിലായിട്ടുണ്ടാകും. ആലിജു വഖദ് അംകനകുമുൽ ഇലാജ്, എല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇന്ന് ഖതീബുമാർ ഖുതുബയിലൂടെ ഉണർത്തിയ വാക്കാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ആലിജു, നിങ്ങൾ ചികിത്സ നടത്തുക. വഖദ് അംകനകുമുൽ ഇലാജ്, നിങ്ങൾക്ക് ചികിത്സ ഇതാ ഇപ്പോൾ സൗകര്യപ്പെട്ടിരിക്കുന്നു. ചികിത്സ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തുവന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ചികിത്സ നടത്തുക. എത്ര വിശാലമായ അർത്ഥമുള്ള വാക്കാണ് ഖതീബുമാർ ഇന്ന് നമ്മളെ ജുമുഅ ഖുതുബയിലൂടെ ഉണർത്തിയത്. ഞാനടക്കം നമ്മളൊക്കെ രോഗികളാണ്. മാനസികമായും ഒരുപക്ഷെ ശാരീരികമായും നമ്മളൊക്കെ രോഗികളാണ്. കാണുന്നതും കേൾക്കുന്നതും ഒക്കെ തെറ്റുകളാണ്. സംസാരിക്കുന്നതും തെറ്റുകളാണ്, പ്രവർത്തിക്കുന്നതും തെറ്റുകളാണ്. പക്ഷേ എങ്കിലും നമ്മൾ നിരാശപ്പെടാതെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ട സമയമാണിത് എന്നാണ് ഖതീബുമാർ പറഞ്ഞതിന്റെ പൊരുൾ. ആലിജു വഖദ് അംകനകുമുൽ ഇലാജ്, നിങ്ങൾ ചികിത്സ തേടണം, നിങ്ങൾക്കിപ്പോൾ ചികിത്സ സൗകര്യമാണ് എന്നാണല്ലോ അതിന്റെ അർത്ഥം. പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 വളരെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ. മാഷാ അല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ രാപ്പകലുകളാകുമ്പോ ശദ്ദം ഇസറഹു, അവിടത്തെ അരയുടുപ്പൊന്ന് മുറുക്കിയെടുക്കാറുണ്ട് എന്ന ഹദീസിൽ കാണാം. നമ്മൾ വലിയ ഒരു ദൗത്യത്തിന് വേണ്ടി, ഒരു ഭാരിച്ച ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ നമ്മൾ എടുത്ത തുണി ഒന്ന് മുറുക്കിയെടുക്കും, അരക്കെട്ടൊന്ന് മുറുക്കും. എന്തിനു വേണ്ടി? ഒരു തയ്യാറെടുപ്പാണ്. ഉറങ്ങിക്കിടക്കുന്ന കുടുംബങ്ങളെയും ഭാര്യമാരെയും മക്കളെയൊക്കെ മുത്തുനബി വിളിച്ചുണർത്തുമായിരുന്നു. അവിടുത്തെ രാത്രി മുഴുവനും റസൂലുള്ള ജീവിപ്പിക്കുമായിരുന്നു, ഉറങ്ങാതെ ഇബാദത്തിലും ദിക്റിലുമായി. പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ രാപ്പകലുകൾ എങ്ങനെയായിരിക്കണം എന്ന വലിയൊരു പാഠമാണ് അഷ്റഫുൽ ഖൽഖിന്റെ ഈ ചര്യയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റമളാൻ വരെ റമളാനിന്റെ മുന്നൊരുക്കങ്ങളെ കുറിച്ച് വാചാലമായി പ്രസംഗിച്ചവരൊക്കെ റമളാനിന്റെ തൊട്ടു മുമ്പ് മരിച്ചുപോയി. പലരും പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒന്നാമത്തെ രണ്ടാമത്തെ നോമ്പിനൊക്കെ നമ്മോട് കൂടെയുള്ള പലരും ഇന്ന് ഖബറുകളിലാണ്. റമളാൻ പൂർത്തിയാക്കാൻ അവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി ആരൊക്കെയാണോ പെരുന്നാൾ സുദിനമെത്തുന്നതിന്റെ മുമ്പ് മരിക്കുന്നത് എന്ന് അല്ലാഹു അഅലം. ചെരുപ്പ് ധരിക്കുന്ന വ്യക്തിയുടെ ചെരുപ്പിന്റെ ചെരുപ്പിന്റെ ബാറ് അവന്റെ കാലിനോട് ഏത് രൂപത്തിലാണോ അടുത്തിരിക്കുന്നത്. ചെരുപ്പിടുന്ന വ്യക്തികൾക്കറിയാം, ചെരുപ്പിന്റെ ബാറ് കാലിനോട് തട്ടിയല്ല നിൽക്കുന്നത്. അപ്പൊ ചെരുപ്പിന്റെ ബാറ് ഏത് രൂപത്തിലാണോ അവന്റെ കാലിൽ തട്ടി നിൽക്കുന്നത്, അതുപോലെയാണ് മരണം നമ്മോട് അടുത്തിരിക്കുന്നത് എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. 27, 29 ഒക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ.
നമ്മൾ മനസ്സിലാക്കും. ഒരു 26 അല്ലെങ്കിൽ ഒരു 21 23 കഴിഞ്ഞാല് പിന്നെ പെരുന്നാൾക്കുള്ള ഒരുക്കങ്ങളായി മാറി. പ്രത്യേകിച്ച് 26 കഴിഞ്ഞാൽ റമദാൻ തീർന്ന ഒരു പ്രതീതിയാണ്. നമ്മുടെ അങ്ങാടികളിലൊക്കെ പോയാൽ പെരുന്നാളിനെ സ്വീകരിക്കാനുള്ള ആ ഒച്ചപ്പാടും ബഹളവും, ആണും പെണ്ണും ഒരേ രൂപത്തിൽ ഇറങ്ങിയിട്ടുള്ള പർച്ചേസുകളൊക്കെ. ഒരു പക്ഷേ 29 ലൈലത്തുൽ ഖദ്ർ എങ്കിൽ എത്ര വലിയ നഷ്ടമായി മാറും നമുക്ക്. മാഷാ അല്ലാഹ്, അല്ലാഹു കാക്കുമാറാവട്ടെ. അപ്പൊ ഓരോ ഒറ്റട്ടറാവുകളും അത് 21 മുതൽ 29 വരെ ലൈലത്തുൽ ഖദ്ർ ആകാൻ ചാൻസ് ഉണ്ട്. അവസാനത്തെ 10 സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹീഹായ ഒരു ഹദീസ് കാണാം. അവ്വലുഹു റഹ്മത്തുൻ വഔസതുഹു മഗ്ഫിറത്തുൻ വആഖിറുഹു ഇത്ഖും മിനന്നാർ. പരിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 ആയിരുന്നു. നടുവിലെ 10 ആണെങ്കിൽ പാപമോചനത്തിന്റെ 10. ഈ 2 10 നമ്മോട് യാത്ര പറഞ്ഞു കഴിഞ്ഞു. അവസാനത്തെ 10 നരകമോചനത്തിന്റെ 10. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന 10. അവസാനത്തെ 10 ചെല്ലാനുള്ള പ്രത്യേകമായ ദിക്റുകളുണ്ട്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, പടച്ച റബ്ബേ നരകത്തിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണമേ. വഅദ്ഖിൽനിൽ ജന്നത, സ്വർഗ്ഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബേ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അവസാനത്തെ 10 ഇത്ഖിന്റെ 10 അഷ്റഫുൽ ഖൽഖ് പ്രത്യേകമായി ചെല്ലാൻ വേണ്ടി കൽപ്പിച്ച ദിക്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പറയുന്നു മറ്റൊരു ദിക്ർ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എത്ര അർത്ഥമുള്ള ദിക്റാണ്. പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്റാണ്. ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, നമ്മൾ എത്ര മോശക്കാരാണെങ്കിൽ, എത്ര തെറ്റ് ചെയ്തവരാണെങ്കിലും നിരാശ നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ ഇത്രയൊക്കെ തെറ്റ് ചെയ്ത ആളല്ല, ഞാൻ ഇപ്പൊ പടച്ചവനോട് ദ്വാരുന്ന ഉത്തരം കിട്ടുമോ, ഞാൻ ഇപ്പൊ നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല, ആ ഒരു നിരാശയെ നമ്മളെ മനസ്സിൽ പാടില്ല. ഖുദ്സിയായ ഹദീസിൽ കാണാം, അന ഇൻദൽ എന്നി അബ്ദീബി, അന ഇൻദൽ എന്നി അബ്ദീബി, എന്റെ അടിമ എന്നെ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതുപോലെയാണ് ഞാൻ. ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അന ഇൻദൽ എന്നി അബ്ദീബി, എന്റെ അടിമ എന്നെ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതുപോലെയാണ് ഞാൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, പടച്ച റബ്ബ്, ഇന്റെ റബ്ബ് എന്നെ കൈവിടൂല, ഇന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും, എന്റെ റബ്ബിനെ കുഴക്കൂല എന്നൊരു ചിന്തയാണോ റബ്ബിനെ കുറിച്ച് നമുക്കുള്ളത് എങ്കിൽ റബ്ബ് അങ്ങനെ തന്നെ കാണും. അതേ സമയത്ത് എന്റെ റബ്ബ്, ഞാൻ എത്ര ദോർത്തിട്ട് കാര്യമില്ല, റബ്ബിന് എനിക്ക് ഉത്തരവൊന്നും നൽകൂല, ഞാൻ അത്ര മോശക്കാരനാണ്, ഇങ്ങനൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. എത്ര കുഴങ്ങിയാലും എത്ര പ്രയാസപ്പെട്ടാലും എന്റെ റബ്ബ് എന്നെ കൈവിടുകയില്ല, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും, എന്റെ റബ്ബ് എന്നെ കൈവിടുകയില്ല എന്നൊരു ഉറച്ച വിശ്വാസം റബ്ബിനെ കുറിച്ച് നമുക്കുണ്ടോ? എന്നാൽ റബ്ബ് അതുപോലെ തന്നെയാണ്. ഖുദ്സിയായ ഹദീസിൽ കാണാം, 99 പൂർത്തിയാക്കി 100 പൂർത്തിയാക്കി അങ്ങനെ വധിച്ച കൊന്ന വ്യക്തിക്ക് മാപ്പ് നൽകിയ റബ്ബല്ലേ. ഈ സമയത്ത് തൗബയാണ് എല്ലായിടത്തും നടക്കുന്നത്. അവസാനത്തെ 10 പിന്നെ തൗബയുടെ 10ആണ്. തൗബയും തഹ്ലീലും ഇസ്തിഗ്ഫാറും അധികരിപ്പിക്കേണ്ട സമയം. പടച്ച റബ്ബിനെ കുറിച്ച് ഒരിക്കലും മോശമായ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ പാടില്ല. എത്ര തെറ്റ് ചെയ്താലും അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, എന്റെ അടിമകള് തെറ്റ് ചെയ്യുകയും, മനുഷ്യ പ്രകൃതി അങ്ങനെയാണ്, മനുഷ്യന്റെ ശരീരം എപ്പോഴും തെറ്റിലേക്ക് പോകുന്ന ഒരു പ്രകൃതിയാണ് മനുഷ്യ ശരീരം. എപ്പോഴും തെറ്റിലേക്കാണ് കൂടുതൽ മനുഷ്യന്റെ ശരീരം എത്തിപ്പെടുക.
പക്ഷേ മനുഷ്യൻ എന്റെ അടിമകള് തെറ്റ് ചെയ്യുകയും അങ്ങനെ ആ തെറ്റിന്റെ പേരിൽ അവരെന്നോട് ഖേദിച്ച് മടങ്ങുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ സമൂഹത്തിനെ ഞാൻ നശിപ്പിച്ച് തെറ്റു ചെയ്യുകയും അങ്ങനെ എന്നോട് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിനെ ഞാൻ ഇവിടെ കൊണ്ടുവരുമായിരുന്നു. ഹദീസിൽ കാണാം. അപ്പൊ നമ്മൾ മനുഷ്യപ്രകൃതിയായി തെറ്റ് ചെയ്യും. അങ്ങനെ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ഖേദിച്ചു മടങ്ങണം. അത് അള്ളാഹുവിനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യം. അങ്ങനെ നമ്മൾ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മളെ നശിപ്പിച്ച് അള്ളാഹുവിനോട് തെറ്റ് ചെയ്ത് പൊറുക്കലിനെ തേടുന്ന ഒരു സമൂഹത്തിനെ അള്ളാഹു ഇവിടെ കൊണ്ടുവരുമായിരുന്നു എന്ന് പറയുമ്പോൾ ഇസ്തിഗ്ഫാർ പടച്ചോന് എത്ര ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് പരിശുദ്ധ റമളാൻ 1 മുതൽ നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്റുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. വഅസ്അലുകൽ ജന്നത, റബ്ബേ നിന്നോട് ഞാൻ സ്വർഗ്ഗത്തിനെ ചോദിക്കുന്നു. വഅഊദു ബിക മിനന്നാർ, നരകത്തെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ തേടുകയും ചെയ്യുന്നു. അപ്പോൾ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പൊറുക്കലിനെ തേടുക എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാൽ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുന്നത്, ജീവിതത്തിൽ പതിവാക്കുന്നത് നമ്മളെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങിപ്പോകാൻ അത് കാരണമായിരിക്കും. ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാണ്. രോഗങ്ങൾക്ക് ശിഫ കിട്ടാൻ അത് കാരണമാണ്. എല്ലാം നേടിയെടുക്കാൻ അത് കാരണമാണ്. ഇസ്തിഗ്ഫാർ പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അമലാണ്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമളാനിന്റെ ഓരോ രാവുകളും പെട്ടെന്ന് നമ്മോട് യാത്ര പറയുകയാണ്. ആരും കാത്തിരിക്കുന്നില്ല. എന്നിപ്പോ മാസം കണ്ടത്, മാസം കണ്ടോ കണ്ടില്ലേ എന്ന് സംശയം, ഒരു ദിവസത്തെ നോമ്പ് പോയോ പോയില്ലേ എന്നുള്ള സംശയം, വെറുതെ മാടാത്ത സംശയം. പെണ്ണുങ്ങളടിയിലാണ് കൂടുതൽ ഇങ്ങനത്തെ മസാലയൊക്കെ ഉണ്ടാകുക. ചന്ദ്രനെ കണ്ടപ്പോ നക്ഷത്ര മാസം കണ്ട സമയത്ത് വലുതായിട്ടാണ് കണ്ടത്, കുറെ പൊന്തിയിട്ടാണ് കണ്ടത്. അതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും ഒരു മാസം പോയി, ഒരു ദിവസം പോയിട്ടുണ്ട്. മുത്തുനബി എന്താ പറഞ്ഞത്? സൂമൂലി റുഅ്യതി വഅഫ്തിറൂ ലിറുഅ്യതി, മാസം ഉദിച്ചാൽ നിങ്ങൾ നോമ്പ് നിൽക്കണം എന്ന് പറഞ്ഞിട്ടില്ല. മാസം ഉദിക്കുകയോ ഉദിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, സൂമൂലി റുഅ്യതി, മാസം കണ്ടതിന് വേണ്ടി നിങ്ങൾ നോമ്പ് നിൽക്കണം. മാസം കണ്ട നോമ്പ് പറ്റാൻ. ഇനി 30 മാസം പൂർത്തിയായിട്ട് നമ്മൾ മാസം കണ്ടിട്ടില്ലെങ്കിൽ എന്താ കാട്ടുക? 29 മാസം കണ്ടില്ല, ആ 30 പൂർത്തിയാക്കണം. അപ്പൊ പെരുന്നാൾ നടത്താനും നോമ്പ് നോൽക്കാനൊക്കെ ഉള്ള മാനദണ്ഡം മാസം കാണലാണ്. കാണാതെ കണക്ക് നോക്കിയിട്ട് ഉദിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു വസ്വാസ് അത് ഇസ്ലാമിലേ ഇല്ല. അങ്ങനത്തെ ഒരു പരിപാടി തന്നെ ഇസ്ലാമിലില്ല. വെറുതെ ഒരു വസ്വാസ്. അപ്പൊ നമ്മൾ നോക്കേണ്ടതില്ല. മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോമ്പ് തുടങ്ങി. ആരും നമ്മൾ മനസ്സിലാക്കണം, വെച്ച കാല് മുന്നോട്ട് വെക്കാൻ സമ്മതിക്കാത്ത, വെച്ച കാല് മുന്നോട്ട് വെക്കാൻ കഴിയാത്ത പരലോകത്തിൽ അതിനിർണായകമായ 4 കാര്യങ്ങളുണ്ട്. 4 കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി മറുപടി പറഞ്ഞെങ്കിലേ വെച്ച കാല് മുന്നോട്ട് വെക്കാൻ കഴിയുകയുള്ളൂ. അതിൽപ്പെട്ട ഒന്നാണ് നിന്റെ സമയം നീ എങ്ങനെ ചെലവഴിച്ചു. കൃത്യമായി നമ്മൾ മറുപടി പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിന്റെ രാപ്പകലുകളെ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെലവഴിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷവും ഈ വർഷവും നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി. അടുത്ത വർഷവും തുടർന്നുള്ള വർഷങ്ങളൊക്കെ റമളാനിനെ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഇസ്തിഗ്ഫാറുകൾ മാക്സിമം റമളാൻ അവസാനത്തെ 10 അല്ലാഹുവിന്റെ ഹബീബ് ചെല്ലാൻ വേണ്ടി കൽപ്പിച്ച ദിക്റുകൾ നാം മാക്സിമം അധികരിപ്പിക്കണം. അതുപോലെ ദാനധർമ്മങ്ങൾ ചെറിയ വിഷയമല്ല. ദാനധർമ്മങ്ങളുടെ മാസമാണ് പരിശുദ്ധ റമളാൻ. ഉള്ളതിനനുസരിച്ച് കയ്യയച്ചു കൊടുക്കണം. കൊടുക്കുന്നില്ലെങ്കിൽ ദാനധർമ്മം നൽകപ്പെടുന്ന ആളുകളെ നമ്മൾ മോശമായി കാണാതെ, അല്ലെങ്കിൽ നമ്മിലേക്ക് കൈ നീട്ടുന്നവരെ കുറിച്ച് നമ്മൾ മോശമായി ചിന്തിക്കാതെ, ഈ മാസം പരിശുദ്ധ റമളാൻ മുത്തുനബിയുടെ ജീവിതം നമുക്ക് കാണാം. അടിച്ചു വീശുന്ന കാറ്റുപോലെയായിരുന്നു അവിടെ. സദക്കയെ കുറിച്ച് എന്ത് കിട്ടിയാലും കൊടുക്കും. അടിച്ചു വീശുന്ന കാറ്റിന്റെ സ്വഭാവം എന്താ നമുക്കറിയില്ലേ?
എല്ലാവരെയും തലോടി, യാതൊരു പിഷ്കത്തരവുമില്ലാതെ എല്ലാവരെയും തലോടി പോകുന്ന കാറ്റാണ് അടിച്ചു വീശുന്ന കാറ്റ് എന്നതുപോലെ ഹബീബായ മുത്തുനബി കിട്ടുന്നതൊക്കെ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി, സദഖ